നമ്മൾ ഓരോ ദിവസവും സൂര്യനെ കാണുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു എനർജി സോഴ്സാണ് സൂര്യൻ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനെ ഇപ്പോഴും ഒരു മെയിൻ ഇലക്ട്രിസിറ്റി സോഴ്സ് ആയിട്ട് മാറ്റിയിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം? സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അത് റിന്യൂവബിളും ആണ്. ബട്ട് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് കോൾ, ഓയിൽ, ഗ്യാസ് അതുപോലെയുള്ള മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് സോളാർ എനർജി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കി അതിൻ്റെ നെഗറ്റീവ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. സോളാർ എനർജി എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. സൂര്യപ്രകാശത്തെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിന് പിന്നിലൊരു സയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോളാർ പാനൽസ് ഈ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഉപകരണം. ഈ ഉപകരണത്തിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് സോളാർ പാനലിലേക്ക് പതിക്കുമ്പോൾ അതിലുള്ള ഫോട്ടോൺസ് സൺലൈറ്റിലുള്ള ഫോട്ടോൺസ് പാനലിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സിലിക്കണാണ്. ഈ സിലിക്കണുമായിട്ട് ചേർന്നിട്ട് ഇലക്ട്രോണിക്സിനെ എക്സൈറ്റ് ചെയ്യും. ഇത് കാരണം ഇലക്ട്രോൺസ് മൂവ് ആവാൻ തുടങ്ങും. അതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫോം ആകും. ഈ കറണ്ട് നമുക്ക് വീടുകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സ് ഒരു സൈലൻറ്റ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതിനൊരു മൂവിങ് പാർട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ സോളാർ എനർജിയെ ഒരു ക്ലീൻ എനർജി ആണെന്ന് പറയുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ആകുന്ന ഈ സോളാർ എനർജിയുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി. സൂര്യൻ ഒരിക്കലും അവസാനിക്കത്തില്ല. നാളെയോ മറ്റന്നാളോ അടുത്ത വർഷമോ ഒന്നും ഇത് തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി സോഴ്സാണ്. ഫോസിൽ ഫ്യൂൽ പോലെയല്ല. അതുപോലെ സോളാർ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവില്ല, ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ സാധിക്കും. ലോങ് ടേമിലൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും. ഇത്രയും നല്ലതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് മുഴുവനായിട്ടും സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യാത്തതെന്ന്? ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. സോളാർ എനർജീൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അതിന് ചില പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസും കൂടിയുണ്ട്. ടെക്നോളജി, കോസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, നേച്ചർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ സോളാർ എനർജിയെ വൈഡ്ലി യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സൺലൈറ്റ് ഡിപ്പെൻഡൻസ് തന്നെയാണ്. സോളാർ എനർജിയുടെ ഏറ്റവും വലിയ ലിമിറ്റേഷനാണിത്. അത് കംപ്ലീറ്റ് സൂര്യപ്രകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഡേ ടൈമിൽ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നല്ലതായിരിക്കും. എന്നാൽ രാത്രി പ്രൊഡക്ഷൻ 0 ആയിരിക്കും. അതുപോലെ മഴ, മേഘം, മൂടൽമഞ്ഞ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ പവർ ഔട്ട്പുട്ട് പോലും കുറയും. ഇത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ വീടുകളും ഇൻഡസ്ട്രീസും എല്ലാം 24 മണിക്കൂറും കണ്ടിന്യൂസ് പവർ സപ്ലൈ ആവശ്യമുള്ള കാര്യങ്ങളാണ്. സോളാറിനെ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഒരു വലിയൊരു ഡ്രോബാക്കാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എനർജി സ്റ്റോറേജ് ഉപയോഗിക്കാം. അതായത് ബാറ്ററി സിസ്റ്റം. ഡേ ടൈമിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് രാത്രി ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു ചലഞ്ച് വരുന്നുണ്ട്. ഹൈ കപ്പാസിറ്റി ബാറ്ററി വളരെ എക്സ്പെൻസീവാണ്. വലിയ വീടുകൾക്കും ഇൻഡസ്ട്രിക്കൊക്കെ വേണ്ടി സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടാൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ടിവരും. അതുപോലെ ബാറ്ററിയുടെ ലൈഫ് സ്പാനും കുറവായിരിക്കും. അതിനൊരുപാട് മെയിൻ്റനൻസ് വേണം. അതുപോലെ ബാറ്ററിക്ക് ഒരുപാട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും ഉണ്ട്. ലാർജ് സ്കെയിൽ എനർജി സ്റ്റോറേജ് ടെക്നോളജി ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലുമാണ്. അതുകൊണ്ട് സോളാർ എനർജി 100% ഡിപ്പെൻഡബിൾ ആക്കാൻ ഇതെല്ലാം വളരെ തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ് ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. സോളാർ എനർജി ലോങ് ടേമിൽ ലാഭകരമാണെങ്കിലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. സോളാർ പാനൽ, ഇൻവെർട്ടർ, വയറിംഗ്, ബാറ്ററി, ഇൻസ്റ്റാളേഷൻ ചാർജ് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു വലിയൊരു തുക ആദ്യം അടയ്ക്കേണ്ടി വരും. പല ആളുകൾക്കും ഈ അപ്ഫ്രണ്ട് കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇതൊരു വലിയ പ്രശ്നമായിരിക്കും. ഗവൺമെൻറ് സബ്സിഡീസൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആളുകൾ ട്രഡീഷണൽ ഇലക്ട്രിസിറ്റി സോഴ്സിന് തന്നെയാണ് കൂടുതലും ആശ്രയിക്കുക. പിന്നെ ഇതിന് വരുന്ന വേറൊരു പ്രധാന പ്രശ്നമാണ് സ്പേസ് റിക്വയർമെൻറ്റ്. സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു വലിയ സ്ഥലം ആവശ്യമായിരിക്കും.
ചെറിയ വീടുകളുടെയൊക്കെ റൂഫ് ടോപ്പിൽ സോളാർ പാനൽ പോസിബിൾ ആണ്. എന്നാൽ വലിയ അധികം പവർ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഏരിയ എടുത്തിട്ട് അവിടെ പാനൽ സെറ്റ് ചെയ്യേണ്ടി വരും. സോളാർ ഫാം ഒക്കെ ഉണ്ടാക്കാൻ പല കിലോമീറ്റർ ലാൻഡ് വേണം. ഇത് സിറ്റിയിലൊന്നും പ്രാക്ടിക്കൽ അല്ല. റൂറൽ ഏരിയാസിൽ പോലും ലാൻഡ് അവൈലബിൾ ആയിരിക്കില്ല. അത് ഒരുപാട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ കൃഷികൾക്കൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് സോളാർ എനർജി വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സ്ഥലം ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ ആദ്യം പറയേണ്ടിയിരുന്ന മറ്റൊരു ലിമിറ്റേഷനാണ് ഇതിൻ്റെ എഫിഷ്യൻസി. സോളാർ പാനൽ എന്ന് പറയുന്നത് 100% എഫിഷ്യൻ്റ് അല്ല. ഇപ്പോഴത്തെ സാധാരണ ഒരു പാനൽ ഏകദേശം 15% മുതൽ 22% വരെ മാത്രമേ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് സൺലൈറ്റിൻ്റെ കൂടുതൽ ഭാഗവും ഹീറ്റായിട്ട് നഷ്ടപ്പെടുകയാണ്. എഫിഷ്യൻസി കുറവായതുകൊണ്ട് തന്നെ ഒരു വലിയ ഇൻഡസ്ട്രിക്കൊക്കെ വേണ്ടി കൂടുതൽ പാനൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ കോസ്റ്റും സ്പേസും റിക്വയർമെൻറ്റും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ ഈ പ്രശ്നം മാറ്റാൻ വേണ്ടി റിസർച്ചേഴ്സ് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതൊരു മേജർ ലിമിറ്റേഷൻ തന്നെയാണ്. പിന്നെ നമ്മുടെ നിലവിലുള്ള ഇലക്ട്രിസിറ്റി ഗ്രിഡ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ പവർ പ്ലാന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സോളാർ ഇൻ്റഗ്രേറ്റഡ് ആക്കണമെങ്കിൽ ഈ ഗ്രിഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നമ്മുടെ ഈ സോളാർ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഈ നോർമൽ ഗ്രിഡുകൾ പറ്റത്തില്ല, സ്മാർട്ട് ഗ്രിഡുകൾ വേണ്ടി വരും. അതുപോലെ ബാക്കപ്പ് സിസ്റ്റം, അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റം, ഇതൊക്കെ വേണം. ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ആവശ്യം വരും. അതുപോലെ ടെക്നോളജികൾ വേണം, പിന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം. ഈ കാരണങ്ങളെല്ലാം സോളാർ ട്രാൻസിഷനെ കുറച്ച് സ്ലോ ആക്കും. സോളാർ പാനൽ ഒരു ക്ലീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും ഈ സോളാർ പാനൽ നിർമ്മിക്കുന്ന പ്രോസസ്സ് അത്ര ക്ലീൻ അല്ല. പാനൽസ് നിർമ്മിക്കാൻ ചില റെയർ മെറ്റീരിയൽസും കെമിക്കൽസും ഹൈ എനർജി പ്രോസസ്സും ഒക്കെ ആവശ്യമാണ്. ഇത് ചിലപ്പോൾ പൊല്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ പഴയ പാനലുകൾ ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി, റീസൈക്ലിംഗ് ടെക്നോളജി ഇപ്പോഴും ഫുള്ളി ഡെവലപ്ഡ് അല്ല. ഇത് എൻവയോൺമെൻറ്റിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ എല്ലാ ചാലഞ്ചസ് ഉണ്ടായിട്ടും സോളാർ എനർജി ഫ്യൂച്ചറിൽ ഒരു വലിയ റോൾ ഉണ്ടാകുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. കാരണം ടെക്നോളജി ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി സ്റ്റോറേജ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നുണ്ട്, കോസ്റ്റ് കുറയുന്നു, പാനൽ എഫിഷ്യൻ്റ് ആകുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് റിന്യൂവബിൾ എനർജി പ്രൊമോട്ട് ചെയ്യുന്നു, കമ്പനീസ് കൂടുതൽ ഗ്രീൻ എനർജിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ സോളാർ എനർജി പതുക്കെയാണേലും ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും. ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് വെച്ചെന്നാൽ, ഇന്ത്യ എന്ന് പറയുന്നത് സോളാർ എനർജി സെക്ടറിൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമാണ്. ലാർജ് സ്കെയിലായിട്ട് സോളാർ ഫാംസും റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ്സും ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഗവൺമെൻറ് സബ്സിഡി വഴി ഒരുപാട് സോളാർ പാനൽ അഡോപ്ഷനൊക്കെ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറയ്ക്കാൻ വേണ്ടി, പവർ കട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ കൂടുതലായിട്ടും സോളാർ പാനലിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. അവസാനമായിട്ട് പറയാനുള്ളത്, സോളാർ എനർജി ഒരു പെർഫെക്റ്റ് എനർജി അല്ല, പക്ഷേ അതൊരു പവർഫുൾ സൊല്യൂഷനാണ്. ഇത് ഒറ്റയ്ക്ക് എല്ലാം റീപ്ലേസ് ചെയ്യത്തില്ല, എന്നാൽ മറ്റ് എനർജി സോഴ്സിൻ്റെ കൂടെ ചേർന്ന് ഒരു ക്ലീനർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ചെയ്യും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.